പറപ്പിച്ച് വിടുവാപ്പാ. ഓടുന്നതന്നെ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് ഗൈസ്. ബംഗ്ലാവ് എന്ന് പറഞ്ഞപ്പോ ഇത്ര വിജൃംഭിച്ചതായിരിക്കും ഒരിക്കലും വിചാരിച്ചില്ല. റൂമോളെ എന്നെ പറ്റിട്ട് ഐശു നൈസും കൂടി റെസ്റ്റോറന്റ് യൂസ് ചെയ്യാൻ വഴി. അങ്ങനെ അവരെയും വീട്ടിൽ ഞാനിരിക്കുമ്പോഴാണ് തേ കിടന്നുവന്നി. ആരാ അല്ല ഇതാരാ? വാര്യമ്പള്ളിയില് മീനാക്ഷി അല്ലയോ? എന്താ മോളെ സ്കൂട്ടറില്? ചേട്ടാ ഇത് ഞാൻ ദാസപ്പൻകുട്ടി. അതെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി, ഞാനും ജോണി ബേസ്റ്റോ. അങ്ങനെ ബേസ്റ്റോ മച്ചാൻ മാഞ്ചസ്റ്ററിലേക്കുള്ള ഗീച്ചിലേക്കും ഞങ്ങൾ കൊച്ചിയിലേക്കുള്ള ഗീച്ചിലേക്ക് നടന്നെങ്കിൽ അടുത്ത ഫ്ലൈറ്റുള്ള സമയമായി. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. പതിവ് പോലെ ഫ്ലൈറ്റ് കയറാനായപ്പോ റൂമോൾ ഇറങ്ങി. ഞങ്ങൾ ഡാൻസും പാട്ടും ആട്ടോ കഴിഞ്ഞ് പ്രസവനൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് വിടാറായി. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മുടെ സ്വന്തം കൊച്ചിയിലേക്ക്. അപ്പോഴേക്ക് റൂമോൾ വിളിച്ചതാ. പിന്നെ അവളുടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഉഷാറായി. അവരുടെ കൂടെ കളിച്ചും ചിരിച്ചൊക്കെ എന്റെ ഉച്ചക്കായിട്ട് സാൻഡ്വിച്ചിന്റെ പവർ കുറയാൻ തുടങ്ങി. അവസാനം പള്ള കലയി വിശക്കാൻ തുടങ്ങി. ഫുഡാണെങ്കിൽ എത്തിയിട്ടില്ല. അവസാനം എന്ത് ചെയ്യും? ഇത് തന്നെ. കുട്ടികളുടെ ചെറിയ വയർ നിറയ്ക്കുന്നത് എളുപ്പമാണ്, പക്ഷെ പോഷകാഹാരം കൊടുത്തുകൊണ്ട് നിറയ്ക്കാനാണ് ബുദ്ധിമുട്ട്. ഇതെന്റെ ടയറാ, ഇതെന്റെ ടയറാണ്. അങ്ങനെ നീണ്ട നേരത്തെ ചേർത്തക്ക് ശേഷം ആ കാര്യം തീരുമാനമുണ്ടാക്കി. അവള് ഹാപ്പി, ഞാൻ ഹാപ്പി. ഇനി നേരെ കൊച്ചിയിലേക്ക്. അങ്ങനെ ഫ്ലൈറ്റ് ഇറക്കി ലഗേജ് ഒക്കെ എടുത്ത് നേരെ പനമ്പിള്ളുന്നുള്ള ചേച്ചിയുടെ ദോശക്കടയിലേക്ക്. ഓഫ് എന്താ വൈബ്. ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക്. ഡബിൾ ഹാപ്പി. അപ്പൊ പിന്നെ ഇനി വീട്ടിലത്തെ നാട്ടിലത്തെ പുതിയ വിശേഷമൊക്കെ അടുത്ത വീഡിയോസിൽ കാണട്ടെ. അതുവരേക്കും ബൈ.